ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിനെ പരിചയപ്പെട്ടതിനു ശേഷമാണ് ആരാധനകൾക്ക് പ്രസക്തിയുള്ളത്. ആചാരങ്ങൾക്കും നിയമാവലികൾക്കും പ്രസക്തിയുള്ളത് അള്ളാഹുവിനെ പരിചയപ്പെട്ടതിൻ്റെ പിറകെ മാത്രമാണ്. പ്രസക്തി മാത്രമല്ല, ഫലവും അങ്ങനെയാണ്. നമ്മുടെ ആരാധനകൾ പലപ്പോഴും മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് വെട്ടുന്ന പരുവത്തിൽ, മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് വെട്ടിയാൽ എങ്ങനെ ഇതുപോലെയായി പോവുകയാണ് നമ്മുടെ പല ആരാധനകളും. അതിൻ്റെ ഒരു അസർ, അതിൻ്റെ ഒരു ഫലം, അതിൻ്റെ ഒരു സ്വാധീനം, അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മിൽ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അള്ളാഹുവിനെ പരിചയപ്പെട്ടതിൻ്റെ പിറകെ ആയില്ല എന്നതാണ്. അള്ളാഹുവിനെ പരിചയപ്പെട്ടില്ല എങ്കിൽ കൂട്ടരെ പിന്നെ എന്ത് നിസ്കാര? പരിചയമുള്ള അള്ളാഹിനോടാണ് സംവദിക്കേണ്ടത്. ആ പരിചയം പുതുക്കുകയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നിസ്കാരം, മുനാജാത്താണത്, അല്ലേ? നമ്മൾ പരിചയമുള്ള ഒരാളോട് മുനാജാത്ത് നടത്തുമ്പോൾ, മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഭിമുഖ സംഭാഷണം. അപ്പൊ കൂടുതൽ അറിയും. ആ അഭിമുഖ സംഭാഷണത്തിൽ കൂടുതൽ അറിയും, കൂടുതൽ അടുക്കും. എത്ര കൊല്ലായി മുനാജാത്ത് നടത്താൻ തുടങ്ങിയിട്ട്? എന്തൂട്ടറിഞ്ഞു? എവിടെയാ അടുത്തത്? അറിഞ്ഞില്ലെങ്കിൽ, റബ്ബിനെ പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെന്ത് നിസ്കാരം, പിന്നെന്ത് നോമ്പ്? പരിചയപ്പെടാൻ പര്യാപ്തമാക്കാത്ത ഖുർആനോത്ത് എന്തിന്? അള്ളാഹുവിനെ പരിചയപ്പെടുത്താത്ത വിധത്തിലുള്ള ദിക്റാണെങ്കിൽ പിന്നെന്തിന്? ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, 5 കാര്യങ്ങൾ മദ്രസ തലത്തിൽ പണ്ടുകാലത്തുള്ളവർ ഓത്തുപള്ളിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞിട്ടല്ലേ കൂട്ടരെ നിസ്കാരം? എന്നിട്ടല്ലേ നോമ്പ്? എന്നിട്ടല്ലേ സക്കാത്ത്? എന്നിട്ടല്ലേ ഹജ്ജ്? ആദ്യം ഷഹാദത്ത് കലിമല്ലേ? എന്താ ഈ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാല്? അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു. അത് പൊന്നാനിന്ന് ചൊല്ലിക്കൊടുക്കും. ഇത് മഅൂനത്തുൽ ഇസ്ലാം സഭയിൽ അറബിയിൽ ചൊല്ലിക്കൊടുക്കും. പിന്നെ മലയാളികൾക്ക് മലയാളത്തിൽ ചൊല്ലിക്കൊടുക്കും, തമിഴിന് തമിഴിൽ ചൊല്ലിക്കൊടുക്കും. അതൊരു പ്രഖ്യാപനാണ്. എന്ത് പ്രഖ്യാപനാണ്? ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് ഞാൻ അർഹനായിരിക്കണം. അർഹതയില്ലാത്ത പ്രഖ്യാപനം വ്യാജമാണ്, കള്ളത്തരമാണ്. എന്താണ് ഷഹാദത്ത് കലിമയിൽ പ്രഖ്യാപിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ റബ്ബ വലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ റബ്ബായിട്ട്, പരിപാലകനായിട്ടും എനിക്ക് ആരാധ്യനായിട്ടും അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന പരമസത്യം ഞാനിതാ അനുഭവിച്ചിരിക്കുന്നു. ആ അനുഭവം ഞാനിതാ പ്രഖ്യാപിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ആ അറബ് വാക്കിനർത്ഥം. അഷ്ഹദുവിൻ്റെ അർത്ഥം എന്താ? സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അർത്ഥം. സാക്ഷ്യം വഹിക്കണമെങ്കിൽ അനുഭവത്തിന്റെ അറിവ് വേണം. അതില്ലാതെ കാണാൻ അല്ലാഹനെ പറ്റൂലല്ലോ, രുചിക്കാനും പറ്റൂല, മണക്കാനും പറ്റൂല. രുചിച്ചും മണത്തും കണ്ടും സാക്ഷി പറയാ, ഇതിനൊന്നും പറ്റൂല. പിന്നെ അനുഭവിക്കാം,
അല്ലാഹുവിന്റെ ഖുദ്റത്തുകൾ, അല്ലാഹുവിന്റെ ഇടപെടലുകൾ, അല്ലാഹുവിന്റെ സാന്നിധ്യം, അല്ലാഹുവിന്റെ വുജൂദ്, ആ വുജൂദിന്റെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പച്ചയായ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനാകും. ഈ അനുഭവത്തിന്റെ പ്രഖ്യാപനാണ് ഷഹാദത്ത് കലിമ. എന്താണ്? അല്ലാഹ് എൻ്റെ റബ്ബ്, അവൻ മാത്രമാണ് എൻ്റെ ഇലാഹ്, ആരാധ്യൻ. ഈ പരമസത്യം ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്, ബോധ്യമായി പ്രഖ്യാപിക്കുകയാണ്. അതെന്റെ തിരിച്ചറിവ് മാത്രമല്ല, അതെന്റെ ബോധ്യമാണ്, അത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, റബ്ബിനെ പരിചയപ്പെട്ട് പ്രഖ്യാപിക്കല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ആയത്ത് നമുക്കൊക്കെ അറിയാലോ. ആദ്യമായി ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നരായി ഇരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പാകെ മുഖറബുൽ അംലാക്ക് വന്ന് ആദ്യമായി ഓതിക്കൊടുത്തത് വുദൂഇൻ്റെ ഫർളോ, നിസ്കാരത്തിൻ്റെ ഷർത്തോ, കള്ളുകുടിയുടെ അപകടമോ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അച്ചടക്കങ്ങളോ, ബിസിനസ്സിലെ നിയമാവലികളോ, ലോകാവസാനത്തെക്കുറിച്ചുള്ള താക്കീതോ ഒന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? ആദ്യം ഇറങ്ങിയ ആയത്ത് അള്ളാനെ പരിചയപ്പെടുത്തിയത്. ഒരു കൽപ്പന നബിയുടെ മുന്നിൽ വെക്കുകയാണ്. ആ കൽപ്പനയുടെ കൂടെ അതിനെ തുടർത്തി അള്ളാഹുവിലേക്കുള്ള അഡ്രസ്സാ പറയുന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم. ആദ്യം ഓതി കൊടുക്കുന്നത് അതാണ്. നബിയെ അങ്ങ് വായിക്കുക, അങ്ങ് ഓതി തുടങ്ങുക നബിയേ. എങ്ങനെ ഓതുക? ഓതാൻ അറിയണ്ടേ? ഒരക്ഷരം പഠിച്ചിട്ടില്ല, അലിഫും പഠിച്ചിട്ടില്ല, ബാവും പഠിച്ചിട്ടില്ല, ഒരു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഉമ്മിയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരൻ. ഉമ്മാന്റെ പുള്ള എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ. അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എന്ത്? ഉമ്മിയ്. ഉമ്മിയ് എന്ന് പറഞ്ഞാൽ ഉമ്മായിലേക്ക് ചേർക്കപ്പെട്ടവൻ. ആകെ കിട്ടിയ അറിവ് ഉമ്മാന്റെ മടിത്തട്ടിന്ന് കിട്ടിയ അറിവേ ഉണ്ടാവുള്ളൂ. നിരക്ഷരൻ എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന വാക്കാണ് ഉമ്മിയെ. ഒന്നും പഠിച്ചിട്ടില്ല. ഈ പഠിക്കാത്തൊരു മനുഷ്യന്റെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അത് പറയുന്ന എന്താ? ഇഖ്റ, വായിക്കണം. നമ്മളിപ്പോൾ ഈ ലൈബ്രറിയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്നെപ്പോലത്തെ ഉസ്താദ്മാരനെ വലിയ ആലിമീങ്ങളൊക്കെ തന്നെ ഗ്രന്ഥശാലയൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ആയത്ത് ഇസ്ലാം ആദ്യമായി പറഞ്ഞത് വായിക്കുക എന്നാണ്. വായിക്കുക എന്ന് തന്നെയാണ്, പുസ്തകം വായിക്കാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലൊരു മുസ്ഹഫ് കയ്യിൽ കൊടുത്തിട്ട് അവിടെ വായിച്ചൂട്, അവിടെ ഓതിക്കൂട്, അങ്ങനെ കൊടുത്തോ? മുസ്ഹഫ് കൊടുത്തോ? ഇല്ല. ഹദീസിൽ എവിടെയും കാണുന്നില്ല, ചരിത്രത്തിലും കാണുന്നില്ല മുസ്ഹഫ് കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ജീവിതത്തിൽ എഴുത്തും വായനയും അഭ്യസിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് ഹാജരായിക്കൊണ്ട് പറയുകയാണ്, കൽപ്പിക്കുകയാണ്, ഇഖ്റ, ഓതുക. എങ്ങനെ ഓതുക? ഓതണമെങ്കിൽ അറിയണം, വായിക്കണമെങ്കിൽ അറിയണം. വായിക്കണമെങ്കിൽ ഇവിടെ ഒരു പുസ്തകം വേണം. പുസ്തകവും ഇല്ല, വായിക്കാനുള്ള അറിവുമില്ല, അക്ഷരജ്ഞാനവും ഇല്ല. എങ്ങനെ വായിക്കുക? ഇഖ്റ, അല്ലയോ നബിയെ അങ്ങ് വായിക്കണം. എന്ത് വായിക്കണം? എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ നാഥന്റെ
സർവനാമങ്ങളും ഗുണങ്ങളും കൊണ്ട് സഹായം തേടിക്കൊണ്ട് അങ്ങ് വായന തുടങ്ങണം, ഓത്ത് തുടങ്ങണം. ഇതാണ് എന്താ ഓതേണ്ടത്? അള്ളാന്റെ വചന ഓതേണ്ടത്. എങ്ങനെ ഓതേണ്ടത്? പഠിച്ചിട്ടുള്ള ഓത്തല്ല, പഠിക്കാതെയുള്ള ഓത്താൻ. അത് അള്ളാഹ് നേരിട്ട് പഠിപ്പിക്കുകയാണ്. ആ പഠനത്തിന്റെ ബറക്കത്ത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടാവായ നാഥന്റെ സർവനാമങ്ങളും ഗുണങ്ങളും മുന്നിൽ വെച്ച് സഹായം തേടിക്കൊണ്ട് അങ്ങ് ഓതാൻ തുടങ്ങിക്കോളൂ നബിയെ. ഒരു കൽപ്പന. അവിടെ ആദ്യത്തെ വചനത്തിൽ തന്നെ അല്ലദീ ഖലഖ് എന്ന് പറയാം. ആ നാഥൻ സൃഷ്ടാവാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാനവരെയൊക്കെയും ഭ്രൂണത്തിൽ നിന്ന് അട്ട പോലെ ഒട്ടിപ്പിടയ്ക്കുന്ന ബീജവും അണ്ടവും സംഗമിച്ച ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചവനാണവൻ. അങ്ങ് ഓതിക്കോളൂ, പേടിക്കണ്ട. അങ്ങയുടെ നാഥൻ ഉദാരമതിയ, പിഷ്കനല്ല, കൊടുക്കാനൊരു പ്രയാസമില്ല ഉള്ള ആളല്ല. കരീമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കരീം അക്രമാണ്, ഏറ്റവും വലിയ ഉദാരനാണ്. അങ്ങ് പേടിക്കണ്ട, ഓത്ത് തുടങ്ങിക്കോളൂ. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച തമ്പുരാനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ പേന എന്നൊക്കെ പറഞ്ഞാല് മഷിയുള്ള ഈ പോക്കറ്റിലിട്ട പേന എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലമ. ബുഖാരിയുടെ ഒരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അള്ളാഹു ആദ്യം പടച്ചത് കലമാണ്, പേന. നമ്മുടെ പോക്കറ്റിലിരിക്കണ പേനാന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അള്ളാന്റെ പേന, അള്ള എഴുതാൻ ഉപയോഗിക്കുന്ന പേന. അതിന് മഷീന്റെ ആവശ്യം ഉണ്ടാവുമോ? അതൊക്കെ വിശദീകരിച്ച് കൊളാക്കുക എന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപവും അതിൻ്റെ യഥാർത്ഥ വസ്തുതയും അല്ലാഹു അഅലം എന്നാണ് ഖുർആൻ വ്യാഖ്യാനിച്ച മഹാന്മാരൊക്കെ പറഞ്ഞത്. ഏതായാലും മനുഷ്യന്റെ സൃഷ്ടാവായ ആ സൃഷ്ടിപ്പിന്റെ ഘടനയിലേക്ക് സൂചന നൽകിക്കൊണ്ട് അജ്ഞനായ മനുഷ്യന് വേണ്ടതൊക്കെ അറിയിച്ചു കൊടുക്കുന്ന തമ്പുരാൻ എന്നിങ്ങനെ പരിചയപ്പെടുത്തുക. ഇതാണ് ആദ്യത്തെ ആയത്ത്. പിന്നെ മക്ക ജീവിത കാലത്തൊക്കെ അള്ളാനെ പരിചയപ്പെടുത്തുക അല്ലാത്തൊരു ഏർപ്പാടും ഉണ്ടായിട്ടില്ല. അന്ന് നിസ്കാരമുണ്ട്, 5 വക്ത് നിസ്കാരമില്ല. അന്ന് നോമ്പുണ്ട്, റമളാനിൽ 30 നോമ്പ് പറഞ്ഞ പരിപാടി ഇല്ല. അങ്ങനെ എല്ലാ ഇബാദത്തുകൾക്കും ഒരു രൂപവും ഭാവവും അതിനൊരു അച്ചടക്കവും റൂട്ടുമൊക്കെ ഉണ്ടാക്കിയത് അള്ളാനെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ്. ഒരു അടിമക്ക് പടച്ച തമ്പുരാനിലേക്ക് പോകാനുള്ള എല്ലാ അഡ്രസ്സും അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിലേക്കുള്ള മേൽവിലാസങ്ങളൊക്കെ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതിൽ അതിപ്രധാനമായ ഒരു മേൽവിലാസമാണ്, അഡ്രസ്സാണ് റബ്ബുൽ ആലമീൻ. എന്ത് നമ്മൾ കുറേ പറഞ്ഞു റബ്ബുൽ ആലമീനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 3 മാസത്തിലധികം ഞായറാഴ്ചകളിൽ റബ്ബുൽ ആലമീൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. പ്രധാനപ്പെട്ട ഒരു അഡ്രസ്സാണ് റബ്ബുൽ ആലമീൻ, സർവലോക പരിപാലകൻ. പറഞ്ഞാ തീരൂലത്. സർവലോകങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്തിനാ? സർവലോകങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു, സംവിധാനിച്ചു. എന്നിട്ട് അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്ത് അപ്ഡേഷൻ ചെയ്ത് അതിനെങ്ങനെ തെർബിയത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? എന്താണ് അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യം? നമുക്ക് വേണ്ടിയാണ്. ഇവിടെ വെള്ളവും വായുവും വെളിച്ചവും അന്നവും സസ്യലോകവും ജന്തുലോകങ്ങളും എല്ലാം പടച്ചിരിക്കുന്നത്, പടച്ച് അള്ളാഹു പോറ്റിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്.
ഖുർആൻ അതാ പറഞ്ഞത്. മൂർഖം പാമ്പുണ്ടല്ലോ, മൂർഖം പാമ്പ്, ഇതിനെന്തിനാ പഠിച്ചത്? മനുഷ്യന് വേണ്ടിയാണ്. മോഡേൺ സയൻസ് പാമ്പുകൾ എന്തിന് എന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തി, പഠനം നടത്തിയിട്ട് ഒറ്റ പാമ്പിനെയും കൊല്ലാൻ പാടില്ല. ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വിഷപ്പാമ്പുകൾ അനിവാര്യമാണെന്ന് മോഡേൺ സയൻസ് പറഞ്ഞു. പാമ്പിനെ കൊല്ലല് ഭയങ്കര കുറ്റാ, അങ്ങനെ തല്ലിക്കൊല്ലാൻ പറ്റൂല. ഗവൺമെന്റ് നിയമത്തില്, ഇസ്ലാമിന്റെ കണക്കിലും കാണുമ്പോഴേക്ക് തല്ലിക്കൊല്ലാൻ പാടില്ല എന്നാ. മൂർഖം പാമ്പിനെ കണ്ടു, പ്രത്യേകിച്ച് പള്ളി പരിസരത്തു നിന്നൊക്കെ കണ്ടാല് പൊക്കോളാൻ പറയാണ് ഒരു 3 തവണ. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ ഫഖ്തുൽഹു, അതിനെ കൊന്നോ, അതിനെ കൊന്നു കളഞ്ഞോ എന്ന് ഖാല റസൂലുള്ളാഹി. കാണുമ്പോഴേക്കിന് ഒലക്കെടുത്ത് തല്ലിക്കൊല്ലാനൊന്നും പാടില്ല, ദീനു പറഞ്ഞിട്ടില്ല. അത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന വേളകളിലാകാം, അനുവാദമുണ്ട് ദീനിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ആധുനിക ലോകം കണ്ടോ, ഒരു വാവാ സുരേഷൊക്കെ ഉണ്ടല്ലോ, പാമ്പിനെ കണ്ട പുള്ളിനെ വിളിക്കണം എന്നാ. ഫോറസ്റ്റ് നിയമം അതാണ്, ആക്ട് അതാണ്. പുള്ളി വന്ന് പിടിച്ചിട്ട് അതിനെ ചാക്കിലാക്കി കാട്ടിൽ കൊണ്ടുപോയി വിടുക, തല്ലിക്കൊല്ലല്ല. എന്തിന്? ഈ പ്രകൃതിക്ക് അത് പല കാര്യമുണ്ട്, അതിന്റെ വിഷത്തിൽ ഗുണമുണ്ട്, അതിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പടച്ചത് ആർക്കാ? മനുഷ്യർക്കാ. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. സൂറത്തുൽ ബഖറ ആദ്യ ഭാഗത്ത് അല്ലാഹു ആരാ? ഹുവല്ലദീ, അവൻ ഒരുവനാൻ, ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഇപ്പൊ മനുഷ്യന് വസിക്കാൻ പറ്റുന്ന ഒരു ഗോളം എന്ന് പറയുന്നത് ഭൂമിയാണ്. ചൊവ്വയിലൊക്കെ പറ്റുമോ പറ്റൂലേ, അവിടെ വെള്ളമുണ്ടോ, അവിടുത്തെ വായു എങ്ങനെയാണ്, അവിടെ ഫുഡ് വരുമോ, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയിലെ പോലെ വാസയോഗ്യമല്ല മറ്റൊരു ഗ്രഹവും. കാരണം ഭൂമിയിലേക്കാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ പഠിക്കാന്നല്ലാതെ അത്ര വാസയോഗ്യമായിട്ടല്ല. അള്ളാഹു ഭൂമിയിലാണ് കൊണ്ടുവന്നിട്ടത്. ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ, ഏതൊക്കെയുണ്ടോ, ഇതൊക്കെയും പടച്ചത് ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ്. മാഫിൽ അർളി ജമീഅ, ഇവിടെ എന്തുണ്ടെങ്കിലും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് പടച്ചത്. അത് പരിപാലിക്കുന്നതും അവകളെ നിലനിർത്തുന്നതും നിങ്ങൾക്ക് വേണ്ടി തന്നെ. സുമ്മസ്തവാ ഇലസ്സമാഇ ഫസവ്വാഹുന്ന 7 സമാവാത്. നിങ്ങൾക്ക് വേണ്ടതൊക്കെയും ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടാണ് അള്ളാഹു ആകാശ ലോകങ്ങളിലേക്ക് തിരിഞ്ഞത്. ഫസവ്വാഹുന്ന 7 സമാവാത്, 7 ആകാശങ്ങളായി ക്രമീകരിച്ചതും ആകാശമണ്ഡലങ്ങളെ സംവിധാനിച്ചതും റെഡിയാക്കി വെച്ചതൊക്കെ ഇതിനു ശേഷം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഭൂമിക്കകത്ത് ഒരുക്കി, അതൊക്കെ സ്റ്റോർ ചെയ്ത്, നന്നാന്തരം പട്ടുമെത്ത പോലത്തെ വിരിപ്പുള്ള ഭൂമി, അതിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോറേജ്, നിങ്ങൾക്ക് ആവശ്യമായ നിധി നിക്ഷേപങ്ങൾ എല്ലാം ഒരുക്കി. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ റബ്ബുൽ ആലമീൻ ലോകങ്ങളെയൊക്കെ പടച്ചു പോറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി. ആ റബ്ബുൽ ആലമീന്റെ വലിപ്പം നോക്കൂ നിങ്ങൾ. എന്തിനാ ആകാശം, എന്തിനാ സൂര്യൻ, എന്തിനാ ചന്ദ്രൻ? അത് ഭൂമിക്കപ്പുറത്താ. നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടതിനു വേണ്ടി ആകാശ ലോകത്തേക്ക് തിരിഞ്ഞു നിന്നു, അങ്ങോട്ട് ശ്രദ്ധ ചെലുത്തി, ഇസ്തിവാ, എന്നിട്ട് അവിടെ ക്രമീകരണം നടത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ തെർബിയത്ത് അനന്തമാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ ആ ചിന്തക്കപ്പുറത്താണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ല്, ഒരു കോശം, ആ ഒരു കോശത്തിൽ അള്ളാന്റെ തെർബിയത്ത്.
ഒരു തൊട്ട് കഴിഞ്ഞാൽ ആ സ്പർശനമേൽക്കുന്ന ഭാഗത്ത് കോടിക്കണക്കിന് സെല്ലുകളാണ്. ആ ഒരു സെല്ലിൽ അള്ളാഹു നടത്തുന്ന തെർബിയത്ത്, ഇതൊന്നും നമ്മളെ കണ്ണുകൊണ്ട് കാണാനൊക്കൂല. ശാസ്ത്രലോകം അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തുണ്ട്, അത് മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് ലഭിക്കുന്ന ദൈവീക തെർബിയത്ത്, ദൈവീക പരിപാലനം, അത് പല വിധത്തിലും പലതരത്തിലും ഉണ്ട്. പല വിധത്തിലും പലതരത്തിലും ഉണ്ട്. അതിലേറ്റവും മഹത്തമായ ഏറ്റവും വലിയ തെർബിയത്ത് ഏതാ? അള്ളാഹു ഈ ലോകമൊക്കെയും പടച്ച് പരിപാലിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യന്റെ പരിപാലകൻ അള്ളാഹുവാണ്. ഈ മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് പരിപാലനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും എണ്ണിയാൽ തീരാത്ത, കണക്കാക്കാനാകാത്ത അത്രയും പരിപാലനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ പരിപാലനം, ആ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള പരിപാലനം അതേതാ? ആരോഗ്യം തന്നതായിരിക്കും, ആയുസ് തന്നതായിരിക്കും, കടവും കള്ളിയൊന്നുമില്ലാത്തൊരു ജീവിതം തന്നതായിരിക്കും, സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയെ കിട്ടിയതായിരിക്കും, ആരോഗ്യ ദൃഢഗാത്തരായ മക്കളെ കിട്ടിയതായിരിക്കും, മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ ഉപജീവനം കഴിക്കാനുള്ള മാർഗമുണ്ടായതായിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. അതൊന്നുമല്ല അള്ളാഹ് നമുക്ക് തന്ന പരിപാലനത്തിൽ ഏറ്റവും മുന്തിയ പരിപാലനം. അല്ല പിന്നെ ഏതാ? അള്ളാഹുവിൽ നിന്നൊരു മുഅ്മിനിന് ലഭിക്കുന്ന ആത്മീയമായ പരിപാലനമാണ്. അതിന്റെ വില ഇവിടെ തിരിയില്ല. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അന്ത്യനാളിലെ അവിശ്വാസിക്കൂട്ടം, തെമ്മാടിക്കൂട്ടം ഖേദിക്കുന്ന ഖേദപ്രകടനം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ മറക്കാണ്. നരകത്തിന്റെ അയലത്തെത്തുമ്പോഴേക്ക് മനുഷ്യന് ഈ ലോകത്ത് കിട്ടിയ സർവ്വ നിഅമത്തുകളും അള്ളാന്റെ പരിപാലനങ്ങളും ഒരു സെക്കൻഡ് കൊണ്ട് ഡിലീറ്റായി പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. 100 വയസ്സ് വരെ ഒരു ഇക്കാക്ക ജീവിച്ചു, 10 മക്കളുണ്ടായി, ഇഷ്ടംപോലെ ഭൂസ്വത്തുണ്ടായി, ഇഷ്ടംപോലെ ആഭരണങ്ങളും സ്വർണവും വെള്ളിയും ഉണ്ടായി, ഇഷ്ടം പോലെ പദവികൾ, നാട്ടിലെ പള്ളി പ്രസിഡന്റ് ആക്കി, കാരണവരെ ഒരു വേള പഞ്ചായത്ത് പ്രസിഡന്റും ആക്കി, എല്ലാം അല്ലാഹ് അങ്ങോട്ട് കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞ് റബ്ബിന്റെ അദാബിലേക്ക് അടുക്കുമ്പോൾ ഈ കഴിഞ്ഞു പോയ നിഅമത്തുകളൊക്കെ സീറോ എന്ന് മാത്രല്ല ഇല്ലാത്ത പോലെ. അപ്പൊ ഇതാണോ വലിയ നിഅമത്ത്? ഏറ്റവും വലിയ നിഅമത്ത് അനന്തമായ, അനശ്വരമായ, മഹാസൗഭാഗ്യമായ സ്വർഗമാണ്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്, ആത്മീയമായ പരിപാലനം. കാരണം മറ്റുള്ളത് ധനമാകട്ടെ, ആഹാരമാകട്ടെ, മക്കളാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, ഒക്കെ മരിക്കോളല്ലേ കൂട്ടരെ ഉണ്ടാവുള്ളൂ. അതൊക്കെ റബ്ബിന്റെ തെർബിയത്താ. നമ്മൾ അധ്വാനിച്ചാൽ കിട്ടൂല, പണം കിട്ടൂല. നമ്മൾ അധ്വാനിച്ച അധികാരം കിട്ടൂല. നമ്മൾ തലകുത്തി മറിഞ്ഞത് കൊണ്ട് ആരോഗ്യം കിട്ടൂല. അതൊക്കെ ഒരു കാരണം, നിമിത്തം. ആ നിമിത്തങ്ങളുടെ പിറകിലുള്ള ഉടമസ്ഥന്റെ വരദാന ആരോഗ്യം. രാവിലെ എണീറ്റ് നടന്നത് കൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാവുമോ? ഉണ്ടാവൂല. അതൊരു നിമിത്തമാണ്. അതുകൊണ്ടൊന്നും ആയുസ് നീളുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. രാവിലെ എണീറ്റാണ് നടന്നാൽ കുറച്ചും കൂടി ജീവിക്കാമെന്നൊന്നും, ജീവിക്കണ കാലത്ത് തടിക്കൊരായാസം കിട്ടും, അത് ശരിയാ. എന്നല്ലാതെ പടച്ചോൻ കണക്കാക്കിയ അസുഖം വരാതിരിക്കൊന്നുമില്ല. എൻ്റെ നാട്ടിലുണ്ടൊരു മൊയ്തീൻ കുട്ടിയെ ഈർക്കിളി മാർക്കാണ് ആള്. ഒക്കെപ്പാടെ വരണ്ടി കൂട്ടിയ ഒരു 5 കിലോ ഇറച്ചിയെ ശരീരത്തിൽ നിന്ന് കിട്ടുള്ളൂ. അദ്ദേഹം ഹാർട്ട് പേഷ്യൻ്റാ. എവിടെ കൊഴുപ്പൊന്നുമില്ല.
തടി മണ്ണൊക്കെ ഉള്ള ആള് 90 വയസ്സേലും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കും. അപ്പം ഇതൊന്നും ഇപ്പം ഇതുമ്മലല്ല എന്നാ പറഞ്ഞത്. ഒക്കെ റബ്ബിൻ്റെ തെർബിയത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. പരമസത്യ വിശ്വസിക്കാന്ന് മാത്രല്ല കൂട്ടരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൃത്തിയായി ഓതി തീരുമ്പോഴേക്ക് നമ്മളത് അനുഭവിക്കുക കൂടി വേണം. ഏത് ഈ ആരോഗ്യം റബ്ബ്, ഈ ആരോഗ്യം റബ്ബിൻ, ഈ ആരോഗ്യം റബ്ബിൻ്റെ തെർബിയത്ത്. കുറച്ച് കഴിഞ്ഞാൽ സൂക്കേട് വരും. ഈ സൂക്കേട് റബ്ബിൻ്റെ തെർബിയത്ത്. അവിടെ എത്തണം. അതാണ് ഓത്ത്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഓത്ത്. അതാണ്. ഇതൊക്കെ റബ്ബിന്റെ തെർബിയത്താ. പക്ഷേ ഇതെത്രയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എത്രയുണ്ടെങ്കിലും മരണം വരെ ആസ്വദിക്കാനൊക്കൂ. എന്നാൽ ആത്മീയമായി അള്ളാഹു ഒരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്താല്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ഈമാനികമായി അള്ളാഹ് പരിപാലിച്ചു, തഖ്വ കൊണ്ട് പരിപാലിച്ചു, വിശ്വാസ കാര്യത്തിൽ അള്ളാഹ് പരിപാലിച്ചു, ഇസ്ലാമിന്റെ മര്യാദകളിൽ അള്ളാഹു ഇതൊക്കെ അള്ളാഹിന്റെ തെർബിയത്തായിട്ട് കിട്ടണ്ടേ? നമ്മൾ കുറച്ച് പരിശ്രമിക്കണം, പടച്ചോൻ തരണം. അങ്ങനെയാണ്. ഭൗതികവും ആത്മീയവും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ പണിയെടുക്കണം, നാം നമ്മുടെ പണിയെടുക്കണം, നാം നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം. ഫലം തരുന്നത് അള്ളാഹു. അത് ഭൗതികതയിലും ആത്മീയതയിലും അങ്ങനെ തന്നെയുള്ളത്. എല്ലാം അള്ളാഹു തരുന്നതാണ്. അതിൽ അനന്തമായി അല്ലെ, ഖാലിദീന ഫീഹാ വഹും ഫീഹാ ഖാലിദൂൻ. ഞാൻ എണ്ണി നോക്കി, 70-ലധികം സ്ഥലത്താ പറഞ്ഞത് ഖുർആനിലെ ഈ ഒരു പ്രയോഗം. 70-ലധികം സ്ഥലത്ത്. കാലാകാലവും അനന്തമായി അനശ്വരമായി ഒരു കാലത്തും അവസാനിക്കാത്ത പരുവത്തിലുള്ള ആനന്ദവും അനുഭൂതിയും ആസ്വാദനവും. ഇത് ഏത് തെർബിയത്തുകൊണ്ട് കിട്ടുന്നതാണ്? അള്ളാഹു നമ്മിൽ ആത്മീയമായി സ്പിരിച്വൽ സൈഡിൽ വരുന്ന അള്ളാഹുവിൻ്റെ തെർബിയത്ത്, അതിലൂടെ ഈ അനന്തമായ സൗഭാഗ്യം കിട്ടുകയുള്ളൂ. എന്താണ് ഇപ്പം ഈ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ സംരക്ഷണവും പരിപാലനവും ഭൗതിക തലത്തിൽ മാത്രമല്ല ആത്മീയ തലത്തിലും നടക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്. ഈ ദുന്യാവിൽ മാത്രമല്ല, ദുന്യാവിനപ്പുറത്തും നടക്കുന്നുണ്ട്. ഇതിനേറ്റവും വലിയ തെർബിയത്ത് അത് രണ്ടാമത്തെ തരമാണ്. ഭൗതികമായ തെർബിയത്തല്ല, ആത്മീയമായ തെർബിയത്താണ്. നമുക്ക് വലിയ തെർബിയത്തായി തോന്നുന്നത് ഏതാണ്? ഇവിടെ സുഖം കിട്ടുക എന്നുള്ളതാണ്. റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾ പറയുന്നുണ്ട്? ഞാൻ ചോദിക്കുകയാണൊരു ചോദ്യം. ഇന്ന് സുബഹി ജമാഅത്തിന് വന്നവർ എത്ര ഉണ്ട്? കൈ പൊക്കൂന്ന് ഞാൻ പറയില്ല. കാരണം വലിയ വലിയ മനുഷ്യന്മാരൊക്കെ വഷളാകേണ്ടി വരും. ആ പണി ഇപ്പം ഞാൻ ഇവിടെ എടുക്കൂല. സുബഹി നിസ്കരിക്കാൻ വന്നു, റാഹത്തായിട്ട് അൽഹംദുലില്ലാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി, അൽഹംദുലില്ലാ പടച്ചോനെ ഉറക്കം തന്നെ എണീപ്പിറ്റ് ഇവിടെ കൊണ്ടുവന്ന് റാഹത്തായിട്ട് നിന്റെ മുന്നിലൊന്ന് കുനിഞ്ഞ്, നിന്റെ മുന്നിലൊന്ന് സാഷ്ടാംഗമർപ്പിച്ച് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചല്ലോ എൻ്റെ അല്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. ഒരു 500 രൂപ ലാഭം കിട്ടിയപ്പോൾ, ഒരു 1100 രൂപ ലാഭം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഗൾഫ് പോയ മോനൊരു ശമ്പളം കട്ട് അയച്ചെന്നപ്പോൾ അൽഹംദുലില്ലാ പറയണ്ടെന്നല്ല പറയണം. അത് പറയണ്ടെന്നല്ല പറയണം. അതിനേക്കാൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് കൂട്ടരെ, ആത്മീയമായി റബ്ബ് നമ്മിൽ പുരോഗതികൾ ഇട്ടു തരുമ്പോഴാണ്, ആത്മീയമായി നമ്മെ സംരക്ഷിക്കുമ്പോഴാണ്, ആത്മീയമായി നമ്മെ പരിപാലിക്കുമ്പോഴാണ് ഈ വലിപ്പം, ഇതിൻ്റെ ഈ ഔന്നിത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നമുക്കിപ്പോൾ എന്താ വലിയ തെർബിയത്ത്? അള്ളാഹിൻ്റെ പരിപാലനം. ഈ ദുന്യാവിൻ്റെ കേസ് മാത്രമാണ്. ആത്മീയ രംഗത്തുള്ള പരിപാലനം നമ്മൾ കാണൂല. അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവില്ല. അത് പറ്റൂല. ദുന്യാവ് പറഞ്ഞ സാധനം സത്യത്തിൽ ടോയ്സാണ്. എന്ത് ടോയ്സ്? കൊച്ചുകുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടി, കൊച്ചുകുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ആ കളിപ്പാട്ടങ്ങൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടരെ, ദുന്യാവിൻ്റെ ഈ ചരക്കുകളൊക്കെയും ടോയ്സാണ്. ടോയ്സ്. എപ്പോഴാ കൊച്ചിന് ടോയ്സ് കൊടുക്കുക? എപ്പോഴും കൊടുക്കുമോ? കൊച്ചു കരയുമ്പോൾ
അന്നം കൊടുക്കാൻ വേണ്ടി, കൊച്ചിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അല്ലേ? കൊച്ചു വളർന്നാൽ വകതിരിവും വിവേകവും ബുദ്ധിയുമുള്ള മനുഷ്യനായാൽ പിന്നെ ആ കൊച്ചിന് ടോയ്സിന്റെ ആവശ്യമില്ല, കളിപ്പാട്ടങ്ങളുടെ ആവശ്യമില്ല. ഇതുപോലെ അല്ലാഹുവിന്റെ ദീനിലെ ഏതൊരാൾ ആത്മീയമായി വളർന്നോ അവർക്ക് അല്ലാഹു ദുനിയാവ് കൊടുക്കൂല. ഇനി കൊടുത്താൽ തന്നെ അവരത് സ്വീകരിക്കൂല, സ്വീകരിച്ചാൽ തന്നെ ഖൽബ് കൊണ്ട് അവരത് ഏറ്റുവാങ്ങൂല. ഞാൻ ഈ പറഞ്ഞത് നബിമാരെ കൂട്ടത്തിലും ഔലിയാക്കളെ കൂട്ടത്തിലും ദുന്യാവുള്ള ആൾക്കാരുണ്ടായില്ലേ എന്ന ചോദ്യമുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അല്ലാഹ് കൊടുക്കൂല. ഇനി കൊടുത്താൽ തന്നെ അവരത് ഖൽബ് കൊണ്ട് സ്വീകരിക്കൂല. അതിങ്ങനെ വരും, ഇങ്ങനെ വിടും, ഇങ്ങനെ വരും, ഇങ്ങനെ വിടും, ഇങ്ങനെ വരും, ഇങ്ങനെ വിടും. അങ്ങനെ അത് ഖൽബ് കൊണ്ട് സ്വീകരിക്കൂല. അവിടെ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ദുആ ചെയ്തത്? അല്ലാഹു എന്താ നടപ്പിലാക്കിയത്? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വ അമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഇന്നിപ്പോ അങ്ങനെ ദുആരിക്കോ ആരെങ്കിലും? നീ ദോരനാ തന്നെ മൊയിലേര് ദോരനാല് പടച്ചോനെ അന്ത്രമാൻകുട്ടിനെ നീ മിസ്കീനാക്കി ജീവിപ്പിക്കണ അടിയാണ് കിട്ടും മൊയിലേർക്ക്. ഈ തല കുത്തി മറിഞ്ഞ് ഇത്ര കാലം പണിയെടുത്തിട്ട് ഇതാണ് ഈ മിസ്കീനാക്കാനാണോ ദോരക്കണതെന്ന് ചോദിച്ചിട്ട്, അല്ലാഹുവേ എന്നെ മിസ്കീനായി നീ ജീവിപ്പിക്കുകയും മിസ്കീനായി മരിപ്പിക്കുകയും നാളെ പരലോകത്ത് മിസ്കീന്മാർക്കൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ അല്ലാ എന്ന് ദുആ ചെയ്തത് ആരാ? മൊയലാളിയായിട്ട് ജീവിപ്പിച്ച് മൊയലാളിയായിട്ട് മരിപ്പിക്കാനല്ല നമ്മുടെ നേതാവ് ദുആ ചെയ്തത്. ആ ദുആ അല്ലാഹു വള്ളി പുള്ളി തെറ്റാതെ കബൂലാക്കി. വഫാത്തായ തിരുനബി തങ്ങളുടെ പടയങ്കി പണയത്തിലാണ്. എന്തിനാ പണയം വച്ചത്? മോട്ടോർ സൈക്കിൾ വാങ്ങാനല്ല, വാഹനം വാങ്ങാനല്ല, ഒരു ദിവസത്തെ ഉപജീവനത്തിന് ആഹാരം കഴിക്കാൻ വേണ്ടി ഇച്ചിരി ഗോതമ്പത്തിന് പകരം തന്റെ പടയങ്കി ഒരു യഹൂദന്റെ പക്കൽ പണയം വെച്ച സമയത്താണ് അള്ളാന്റെ റസൂല് അന്ത്യശ്വാസം വലിച്ചത്. റസൂല വഫാത്താകുന്ന നേരത്ത് പടയങ്കി പണയത്തില. എന്തിന് പണയത്തില്? തിന്നാൻ തനിക്കും തൻ്റെ ഭാര്യമാർക്കും കഴിക്കാനുള്ള ഗോതമ്പിന് വേണ്ടിയിട്ട് പണയം വെച്ചിരിക്കുക. ദുആ അല്ലാഹ് കബൂലാക്കിയ കോലാപ്പി പറഞ്ഞത്. കാരണം അള്ളാന്റെ റസൂലിനെ ഈ കളിപ്പാട്ടിട്ട് ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല അള്ളാഹ്ക്ക്. ഇല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്, അള്ളാഹു എന്തെങ്കിലും കുറച്ച് വാരിക്കോരി അവർക്ക് കൊടുത്താല്, ദുന്യാവ് കൊടുത്താൽ, അന്നിപ്പോ സ്വർണം വെള്ളിയാണല്ലോ കറൻസിക്ക് പകരമുള്ളത്, ദിർഹമും ദീനാറും. ഇത് അവരെ പോക്കറ്റിലേക്ക് വന്നാൽ, കയ്യിലേക്ക് വന്നാൽ വരുന്ന നേരത്ത് അൽഹംദുലില്ലാ, പിന്നെ ഒറ്റ കരച്ചില. പടച്ചോനെ ഈ ടോയ്സ് കാണിച്ചിട്ട് ചിരിപ്പിക്കുന്നിടത്തു നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലേ അല്ലാ? ഇപ്പോഴും നീ എന്നെ പുള്ളയാക്കിക്കുകയാണോ അല്ലാ? ഇപ്പോഴും എന്നെ നീ ആത്മീയ മണ്ഡലത്തിൽ താഴെ തട്ടിലിട്ട് പോറ്റുകയാണോ അല്ലാ? ദുന്യാവ് തരുന്നത് നിന്റെ തെർബിയത്ത് തന്നെ. ദുന്യാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും തരുന്നത് നിന്റെ പരിപാലനം തന്നെ, തർക്കമില്ല. ആ പരിപാലനം കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുന്നതിന് തുല്യമാണ് അല്ലാ. നീ എന്നെ ആത്മീയമായി ഇപ്പോഴും വളർത്തിയിട്ടില്ലേ അല്ലാ? ഇതെന്റെ പാരത്രിക ലോക നേട്ടത്തിന് തടസ്സമാകുമോ അല്ലാ? ഇതെനിക്ക് സ്വർഗം നഷ്ടമാകാൻ കാരണമാകുമോ അല്ലാ? പൊട്ടിക്കരഞ്ഞ സ്വഹാബത്ത് എത്ര! അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ ലോക്കൽ തെർബിയത്തിലേക്ക് മാത്രം നമ്മുടെ ചിന്ത പോകരുതേ. ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ലോക്കൽ തെർബിയത്ത്, ലോക്കൽ പരിപാലനം. നമ്മൾ ആ ലോകത്തേ ഉള്ളൂ. നമ്മൾ ആ ലോകത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ടില്ല, റിലീസായിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ബേജാറ്. അമിത്ഷാന്റെ നിയമക്കണ് വരുമ്പോത്തിന് ബേജാറ്. ഇത് ആത്മീയമായി നമ്മളെ വളർത്താനാ.
ഈ രണ്ട് ദിനോസറുകളെ കൊണ്ട് അള്ളാഹു വടിയെടുപ്പിച്ചതെന്തിനാ? അള്ളാഹുവിന്റെ അടിമകളെ ഒന്നു കാച്ചി ഉരുക്കി കറ പോക്കാനാണ്, അവരിലെ മാലിന്യങ്ങൾ നീക്കാനാണ്, അവരെ ഒന്ന് വാർത്തെടുക്കാനാണ്. എന്നിട്ട് പഠിച്ചോ നമ്മള്? എന്നിട്ട് പഠിച്ചോ? ഇപ്പൊ പഠിച്ചോ? ഒരു ഐതിഹാസികമായ ഒരു പ്രക്ഷോഭവും ഒരു പ്രതിഷേധ ജ്വാല ഉയർത്തുന്ന ഒരു പ്രകടനവും അതിമഹത്തായ ഒരു സമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ നടത്തിയതിൻ്റെ പേരിൽ ഇപ്പൊ തല്ല നടക്കണത്. കൈകൊണ്ട് തല്ല് ഞാൻ കേട്ടിട്ടില്ല, വായത്തല്ല് നടന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ടൗണിൽ നടന്നിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിൽ നടന്നിട്ടുണ്ട്. എന്തിനധികം പള്ളി അങ്കണത്തിൽ പോലും വായത്തല്ല്, നാക്ക് തല്ല് നടന്നിട്ടുണ്ട്. ഇല്ലേ? അവൻ അവിടെ കൊടുത്തത് ശരിയായില്ല, സ്റ്റേജും അത്ര ആളുണ്ടായത് ശരിയായില്ല. അവനാരാ സ്റ്റേജും ചോദിക്കുക? ഈ പറയുന്നവൻ ആരാ ചോദ്യം ചെയ്യാൻ? അങ്ങനെയുണ്ടല്ലോ ഓരോ കെണികള്, ഭിന്നിപ്പുകള്, തഫ്രീഖത്തുകള്. കുഴപ്പങ്ങൾ ഉണ്ടാവില്ലേ? എവിടെ കുഴപ്പമില്ലാത്ത? നിന്റെ കെട്ടിയോള് മീൻ പൊരിച്ചത് ഇപ്പൊ എല്ലാ നിലക്കും കുറ്റമറ്റതാണോ? ചിരി ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് എരിവ് ഇതായിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരെന്ത് ചെയ്യുന്നതിലും കുറവൊക്കെ ഉണ്ടാവും. അതിൽ കുറവില്ല, അതാരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മാതൃകായോഗ്യമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇബ്ലീസ് കേറിയിട്ട് പറഞ്ഞു, പരിപാടിയൊക്കെ നല്ല പരിപാടിയാണ്, മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടേണ്ട നേരമൊക്കെ തന്നെയാണ്, പക്ഷെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല. എന്നിട്ട് അതിനിടയിൽ ഭിന്നിപ്പ് കഴിഞ്ഞു. അള്ളാഹുനി രണ്ടാളെയല്ല ഈ ഉമ്മത്തിനെ പരീക്ഷിക്കാൻ ഇറക്കുക. എനിക്കതാണ് പേടി. ഇതിലധികം ആളുകളെ ഇറക്കിയേക്കാം. അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ഈ മുസ്ലിം സമൂഹത്തെ അള്ളാഹു പെട്ടെന്നൊന്നും റിലീസാക്കൂല. അള്ളാഹ്ക്ക് ഇതൊരു സെക്കൻഡ് മതി. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് ഒറ്റ തീരുമാനിച്ചാല് മോഡിയുടെ മനസ്സിൽ വരും, ഈ നിയമനി വേണ്ട. മോഡിയുടെ മനസ്സ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്, അമിത്ഷായുടെ മൈൻഡ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്, മെമ്മറിക്ക് പവർ കൊടുത്തവൻ അല്ലാഹ്. ഇത് വിശ്വസിക്കുന്നവരാ നമ്മള്. എന്തിനാ അവരെ കൊണ്ട് വടിയെടുപ്പിച്ചത്? എന്തിനാണ്? നമ്മളെ നന്നാക്കാൻ വേണ്ടി വടിയെടുപ്പിച്ചതാണ്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു മര്യാദയും ഒരു ഐക്യവും പരസ്പര സ്നേഹവും സംഘടനാ പക്ഷപാതിത്വമൊന്നും ഇല്ലാത്ത വിധത്തില് സ്നേഹബന്ധത്തോടെ നിൽക്കേണ്ടോടത്ത് ഒന്ന് നിൽക്കാൻ ശ്രമിച്ചു, അവിടെ തന്നെ കല്ലുകടി. ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ ഇബ്ലീസിന്റെ പണിക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ഇബ്ലീസിന്റെ പണിക്ക് പോകരുത്. എന്തെങ്കിലും കുറ്റമുണ്ടോ? എന്താ ചെയ്യേണ്ടത്? മേലിൽ അത് നടത്തുന്ന ആളുകൾ ഉണർത്തുക. അവിടെ അങ്ങനെ ഒരു ഫാൾട്ട് കണ്ടിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ഒരു, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത തവണ ഇല്ലാണ്ട് നമുക്കത് കുറ്റമറ്റ നിലക്ക് റാഹത്തായിട്ട് പോകണം. അത് നല്ല നിയത്താണ്, നല്ല ചിന്താഗതിയാണ്. കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നത് ആരെ പണിയാ? ഈ ഉമ്മത്തിലുള്ള ഐക്യം തകർക്കുന്ന ഏർപ്പാടാണ്, അതിലൊരു തർക്കവുമില്ല. അവിടെ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ വിട്ടയച്ചതാണ്. ഇവിടെ പരീക്ഷണമില്ലാതെ നമുക്ക് വിജയമില്ല, ഇവിടെ പരീക്ഷണമില്ലാതെ നമുക്ക് മാർക്കില്ല, ഇവിടെ പരീക്ഷണമില്ലാതെ നമുക്ക് സ്വർഗമില്ല. നമുക്കിപ്പോൾ എന്ത് പരീക്ഷണ സത്യത്തിലുള്ളത്? നമ്മുടെ പഴയകാല കാരണവന്മാർക്കുണ്ടായിരുന്ന പട്ടിണി നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ അത് കുറെ നിരച്ച ഇക്കമാര് ഉപ്പാപ്പമാര് ഇരിക്കുന്നുണ്ടല്ലോ. അവരെ കുഞ്ഞുനാളിൽ അവർ ജീവിച്ച ജീവിതം ഇന്ന് ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു ജീവിതം അവർക്കുണ്ടോ? കഷ്ടപ്പാട് എന്താണെന്ന് അറിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അള്ളാഹു ആത്മീയമായി തെർബിയത്താക്കാൻ, പരിപാലിക്കാൻ, ഉയർത്താനും വളർത്താനും വേണ്ടി ശത്രുക്കളെ ഇറക്കും. ഈ ശത്രുക്കളെ ഇറക്കുന്നത് എന്തിനാ? ന്യൂട്രും ഫേസ് ഉണ്ടാവുമ്പോഴാണ് അവിടെ പവർ വരുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരന്മാരെ, റബ്ബുൽ ആലമീൻ എന്നതിന്റെ പരിധിയിൽ ഈ പരീക്ഷണങ്ങളും വരും. സുഖം മാത്രല്ല വരിക, ദുഃഖം വരും.
ഉയർച്ച മാത്രല്ല വരിക, താഴ്ച വരും. ആശ്വാസം മാത്രല്ല വരിക, പ്രതിസന്ധികൾ വരും. അതും തർബിയത്തിന്റെ ഭാഗം. എന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തരുന്നതിനേക്കാൾ, അല്ലാഹു നിങ്ങൾക്ക് പണം തരുന്നതിനേക്കാൾ, അല്ലാഹു നിങ്ങൾക്ക് ആയുസ് തരുന്നതിനേക്കാൾ, അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നതിനേക്കാൾ വലിയ നിഅമത്ത് ഈ അമിത് ഷായെയും മോഡിയെയും ഇറക്കി വിട്ടതാണ്. എന്താ ഈ മൊയ്തേര് പറഞ്ഞു തലക്ക് വെളിവില്ലാണ്ടായോ? ഇല്ല. ആത്മീയമായ തർബിയത്താണ് മൂല്യമുള്ളത്. സൂക്കേടായി, 2 കുട്ടികൾക്ക് അസുഖമായി. ഒരു കൊച്ചിൻ്റെ വാപ്പച്ചി ആ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ട് അതിനെ കീറി മുറിക്കാൻ വിട്ടുകൊടുത്തില്ല. മറ്റേതിൻ്റെ വാപ്പച്ചി അതിനെ കീറി മുറിച്ചിട്ട് കേട് തീർക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. ഏത് വാപ്പച്ചി ചെയ്തതാ വലിയ നിഅമത്ത്? ഏത് വാപ്പച്ചി ചെയ്തതാണ് യഥാർത്ഥ പരിപാലനം, തർബിയത്ത്? കീറി മുറിക്കാൻ ഒപ്പിട്ട് അതിനുവേണ്ടി പൈസ കൊടുത്ത് കുഞ്ഞിനെ വിട്ട തന്തയല്ലേ യഥാർത്ഥത്തിൽ കുഞ്ഞിനെ പരിപാലിച്ച തന്ത? അല്ലേ? ആണോ? അല്ലേ? ഇതൊന്ന് ചിന്തിക്കാൻ അധികം ബുദ്ധി വേണ്ടല്ലോ. ഏത് വാപ്പേണ യഥാർത്ഥ സ്നേഹമുള്ള, യഥാർത്ഥ പരിപാലകനായ ഗാർഡിയൻ ആരാണ്? അസുഖമുള്ള കുഞ്ഞിനെ കീറി മുറിച്ച് ഓപ്പറേറ്റ് ചെയ്ത് ആ കേട് തീർക്കാൻ ഒപ്പിട്ട് വിട്ടുകൊടുത്ത തന്തയാണ്. അല്ലേ? മുസ്ലിം ഉമ്മത്തിൽ അസുഖമുണ്ടെങ്കിൽ, കുഴപ്പമുണ്ടെങ്കിൽ കീറി മുറിച്ച് വൃത്തിയാക്കുന്ന രീതി അത് സ്വീകരിക്കുന്ന റബ്ബാണ് യഥാർത്ഥ തർബിയത്തിന്റെ റബ്ബ്. എന്നല്ലാതെ ഉറക്കി മയക്കി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതും റബ്ബാണ്. അല്ലാഹു കാക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞ 2 തരം തർബിയത്തുണ്ട്. ഭൗതികമായ തർബിയത്ത്, ആത്മീയമായ തർബിയത്ത്. ഇതിൽ ആത്മീയമായ തർബിയത്താണ് പ്രിയമുള്ള കൂട്ടരെ ഏറ്റവും വലിയ തർബിയത്ത്. ഇതൊക്കെ പഠിച്ചാലാണ് ജീവിതം ആനന്ദകരമാവുള്ളൂ കേട്ടോ. ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ, ജീവിതം ത്രില്ലായി മാറുള്ളൂ. ഇത് പഠിച്ചോൽക്ക്. ഏത് പഠിച്ചോൽക്ക്? എൻ്റെ റബ്ബ് അവൻ എന്നെ ഡെവലപ്പാക്കി കൊണ്ടിരിക്കും. എൻ്റെ റബ്ബ് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കും. ആ പരിപാലനത്തിൻ്റെ രൂപവും കോലൊന്നും ഇപ്പം എനിക്കറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, മാ ഉബാലി അസ്ബഹ്തു ഫഖീറൻ ഔ ഗനിയ. പടച്ചോനെ, നാളെ വെളുപ്പാങ്കാലത്ത് ഞാനൊരു ഫക്കീറായാലും എനിക്ക് കുഴപ്പമില്ല, ഞാനൊരു പണക്കാരനായാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കാര്യങ്ങൾ നടത്താൻ, എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അതിനുള്ളതും അതിനപ്പുറവും തന്ന് എന്നെ ഒരു മുതലാളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല. ഫഇന്നീ ലാ അദ്രി ഫീ അയ്യിഹിമൽ ഖൈർ. എനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഫഖറാണോ ഗിനയാണോ? എനിക്ക് വേണ്ട മരുന്നിപ്പോൾ ഒരു പക്ഷേ ദാരിദ്ര്യമായിരിക്കാം, സാമ്പത്തിക മാന്യമായിരിക്കാം, ഒരു പക്ഷേ എനിക്ക് ഐശ്വര്യാവസ്ഥയായിരിക്കാം. ഏതു മരുന്നാണ് കഴിക്കേണ്ടതെന്ന് രോഗിക്കറിഞ്ഞുകൂടാ. അല്ലാ, ഞാൻ നിന്റെ മുന്നിൽ രോഗിയാണ് അല്ലാ, നീയാണ് വൈദ്യനല്ലാ, മരുന്ന് കുറിച്ചു തരുന്നവൻ, മരുന്ന് വിധിക്കുന്നവൻ നീയാണല്ലാ. അങ്ങനത്തെ നീ എന്ത് മരുന്ന് തന്നാലും അതൊരു പക്ഷേ ടേസ്റ്റുള്ള മരുന്നായേക്കാം, അല്ലെങ്കിൽ കയ്പുള്ള മരുന്നായേക്കാം, അല്ലെങ്കിൽ വേദനിക്കുന്ന ചികിത്സയായേക്കാം. നീ തന്നേക്ക് മരുന്ന്, ഞാൻ കഴിച്ചുകൊള്ളാമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീ എങ്ങനെ എന്നെ പോറ്റിയാലും എനിക്ക് പരിഭവമില്ല അല്ലാ. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലിട്ട് എന്നെ പൊരിച്ചെടുത്താലും, അത്താഴപ്പട്ടിണിക്കാരനായി എന്നെ ജീവിപ്പിച്ചാലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഹബീബായ, എൻ്റെ ചങ്കിലെ ചോരയായ, എൻ്റെ മനസ്സിനകത്തെ രാജകുമാരനായ, ഈ പ്രപഞ്ചത്തിന്റെ പടപ്പിന് കാരണഭൂതരായ അള്ളാന്റെ ആത്മമിത്രമായ അഷ്റഫുൽ ഖൽഖ്, പടപ്പുകളിലെ അത്യുത്തമരായ അള്ളാന്റെ റസൂല് വഫാത്തായത് ഒട്ടിയ വയറും കൊണ്ടാ. ഈ മൊയ്ലിയാരെ മാതിരി മുന്നിലേക്ക് തള്ളിയ വയറും കൊണ്ടല്ല അള്ളാന്റെ റസൂല്. ഞാൻ എന്നെ തന്നെ പറയാം, നിങ്ങൾ എന്തിനാ പറയണേ? പട്ടിണി കിടന്ന വയറും കൊണ്ടാണ് വഫാത്തായി പോയത്. എനിക്കത് കുഴപ്പമില്ല. നീ ഭക്ഷിപ്പിച്ച അൽഹംദുലില്ലാ, ഭക്ഷിപ്പിച്ചില്ലെങ്കിലും അൽഹംദുലില്ലാ.
അതുകൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. സർവലോകങ്ങളെയും മനുഷ്യൻ ഒഴിച്ചുള്ള സർവലോകങ്ങളെയും അള്ളാഹു പടച്ചത് ഈ മനുഷ്യനെ പരിപാലിക്കാൻ വേണ്ടിയാണ്. ആത്യന്തികമായി മനുഷ്യന് വേണ്ടിയാണ് എല്ലാം അള്ളാഹ് പടച്ച് പരിപാലിക്കുന്നത്. അള്ളാഹിന്റെ പരിപാലനത്തിന് 2 തലമുണ്ട്, ഭൗതിക തലം, ആത്മീയ തലം. ഭൗതിക തലം ലോക്കലാണ്, 2ാം ക്ലാസ്സാണ്, നിലവാരം കുറഞ്ഞതാണ്. ആത്മീയ തലമാണ്, അവിടെയുള്ള പരിപാലനമാണ് ഏറ്റവും വലിയ പരിപാലനം. ആ പരിപാലനം നമ്മൾ വിചാരിക്കുന്ന സുഖത്തിലായിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മനസ്സിൻ്റെ താല്പര്യത്തിനായിക്കൊള്ളണമെന്നില്ല. അത് യഥാർത്ഥ പരിപാലനമാണ്. ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെക്കാൾ വലിയ പരിപാലനം ആ ആത്മീയമായ പരിപാലനമാണ്. അതിലൂടെയാണ് അനന്തമായ അനശ്വരമായ സ്വർഗത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. തീർന്നിട്ടില്ല. ഈ തർബിയത്ത് ദുന്യാവിൽ മാത്രമല്ല, മനുഷ്യ ജീവിതം എത്ര ലോകത്തുണ്ട്. മനുഷ്യൻ എവിടെയൊക്കെ ജീവിക്കും? ദുന്യാവിലും ആഖിറത്തിലും. ഇത് നമുക്കറിയാം. അല്ല, മനുഷ്യ ജീവിതത്തിന് 5 ഘട്ടങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്നെ. ഇതൊക്കെ നമ്മൾ ജീവിക്കാൻ പോണതാ, കുറെ ജീവിച്ചതാണ്, ഇനി ജീവിക്കാൻ പോകുന്നതാണ്. ഇവിടൊക്കെ റബ്ബുൽ ആലമീൻ ഉണ്ട്. എവിടൊക്കെ ഈ 5 ഘട്ടത്തിലും. മനുഷ്യ ജീവിതത്തിന് 5 ഘട്ടങ്ങളാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തരുന്നത്. ദുന്യാവും ആഖിറവും മാത്രല്ല. ആലമുൽ അർവാഹ്, ആലമുദ് ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ ഹശ്ർ മഹ്ശറ, അൽ ജന്നത്തു വബിന്നാർ. 5 ലോകങ്ങളുണ്ട് മനുഷ്യന്. ഈ 5 ലോകത്തിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ഇൻഷാ അല്ലാഹ് ഈ 5 ലോകത്തും അള്ളാന്റെ തർബിയത്ത് എങ്ങനെ നമ്മളൊന്ന് പഠിക്കണം. അടുത്ത ആഴ്ച നമുക്കത് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബുൽ ആലമീനായ അള്ളാഹുവേ, നീ നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ബോധം നിറച്ച് തരണമേ തമ്പുരാനെ. ആമീൻ. അസ്സലാമു അലൈക്കും.